അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഹാപ്പി ലെബാൻ. ഇന്ന് ഒരുപാട് ലെബാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ലെബാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഹാപ്പിയുടെ ഹേസൽനട്ട് ചോക്കോ സ്പ്രെഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഹേസൽനട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്കോ സ്പ്രെഡാണ്. അതുപോലെ തന്നെ ഇതിൽ നോ ആഡഡ് പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലെബാൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതും നല്ല അടിപൊളി ഹാപ്പി ലെബാൻ. ബട്ടർ ഇട്ട് കൊടുക്കുക. കുനാഫ സേമി ഇട്ട് കൊടുക്കണേ. പൊട്ടിച്ചോ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം. നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹാപ്പി ലെബാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത്ര വലിയ ലെബാൻ ഉണ്ടാക്കണം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ നമുക്ക് കുറച്ച് കേക്കിൻ്റെ സ്പഞ്ച് വേണമല്ലേ. ഇത് ഏതാണ്? വൈറ്റ് ഫോറസ്റ്റ് അല്ലേ? കേക്കിന് പല തിക്നെസ് ആണല്ലോ. കേക്കിൻ്റെ സ്പഞ്ചാണ് കളി. പൊടികളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാം നമുക്ക്. അങ്ങനെ കേക്ക് നമ്മൾ ഏകദേശം ഒരു പരുവത്തിൽ വെച്ചു അല്ലേ. ഇത് കേക്ക് എപ്പോഴും അടിയിൽ ലെയർ വെക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള വെക്കണം. ടേസ്റ്റുള്ള കൊണ്ടാണ് ഏകദേശം തിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കില്ലല്ലേ? ഓക്കെ. ഇനി പാലും അതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താണ് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് മധുരം ആഡ് ചെയ്താലും മതി. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കേക്ക് മുഴുവൻ സോഫ്റ്റ് ആക്കുക. ഓക്കെ. ഇത് വിപ്പിംഗ് ക്രീം വേണ്ട, നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമ്മുടെ കുനാഫ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്താൽ കറക്റ്റായി പോകുള്ളൂ. കറക്റ്റായില്ലേ? ഇനി നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകട്ടെ. നമ്മുടെ ഹാപ്പിയുടെ ലെബാൻ ആദ്യം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യട്ടാ. അപ്പോൾ ഉള്ളിലിങ്ങനെ ചെറിയൊരു എണ്ണ മുഴുക്ക് കാണുന്നുണ്ട് കേട്ടോ. അതെന്തറിയോ, ഇതിൽ നട്ട്സ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ എണ്ണ മുഴുക്കാണ്. അല്ലാതെ ഈ സാധനം ഒന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കിയും കണ്ട് നമുക്ക് ഉപയോഗിക്കട്ടെ സാധനം. അപ്പോൾ നമ്മുടെ ലെബാൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഹാപ്പിയുടെ പ്രോഡക്റ്റ് കേട്ടോ. നമുക്കിനി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിലാണ് കളി. ഇതിലാണ് ശരിക്കും ഇതിൻ്റെ രുചി. അങ്ങനെ ഫൈനൽ നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഒപ്പമാക്കുക. ഇതാണ് പിസ്താഷ്യൂ കേട്ടോ. ഇനി നമുക്ക് ഒരു ലെയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഒപ്പ് വയ്ക്കട്ടോ. എല്ലാം ഇവിടെ വയ്ക്കാം. ഇത് നമ്മുടെ ഹാപ്പിയുടെ ചോക്കോ സ്പ്രെഡിൽ ഇങ്ങനെ ഹേസൽനട്ട് ഇട്ട് കൊടുക്കാം.
പിസ്തയിൽ ശരിക്കും പിസ്ത പൊടിച്ചല്ല കട്ട് ചെയ്താണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണല്ലേ. ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി കലരണ്ട നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഇതിങ്ങനെ ഇതൊരു സംഭവം കേട്ടത്. ഇതിന് സ്പഞ്ച് എല്ലാം വരണം കേട്ടോ. അതാണ് സാധനം കേട്ടോ. ഇത് നമുക്ക് ഇത് ഇനി ക്രീം സ്പഞ്ച് എല്ലാം വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അതെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന മുന്നേ ഈ ഹാപ്പിയിലെ ഇതിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് കൊണ്ടൊരു ചെറിയ സാധനം ഞാൻ ഇത് കേട്ടാ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ വലിയ പറഞ്ഞു കേട്ടാ. മിക്കവാറും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാ കണ്ടട്ടാ. ഇതൊരു സംഭവം ഉണ്ടത്. കഴിച്ചിട്ടേ എന്താ അഭിപ്രായം പറയും. ഇവന് ചോക്ലേറ്റ് വേണമെന്നാണ് പറഞ്ഞു അല്ലേ. ബ്രെഡ് വേണ്ട, പക്ഷെ ചോക്ലേറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. നീ ഇത് കഴിച്ചോ. എടുത്തു തരാം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആകാട്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ. അപ്പം ഞാനിപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കില്ല. ഞാൻ എനിക്ക് കുറച്ച് സമയം കൂടി എടുക്കും. അതെങ്ങനെയുണ്ട് സാധനം? അടിപൊളി അല്ലേ. ഇത് കൂടുതൽ ആളുകൾ ഇങ്ങനെ കഴിക്കണം കേട്ടോ ഈ ഹാപ്പി ഡേ. ഇത് ഹേസൽനട്ട് പറഞ്ഞൊരു സാധനമാണ് കണ്ടോ. അതെ ഇതണ്ട ഈ നട്ടാണ് ഹേസൽനട്ട് പറഞ്ഞ സാധനം. ഇത് നല്ല വില കൊടുക്കുന്ന സാധനമാണ്. അതിൻ്റെ നട്ട്സ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതുണ്ടല്ലേ. ഇത് ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതിനെ ബ്രെഡിലാക്കുക, അടിക്കുക. അതെ. ഇനി അത് ടേസ്റ്റ് നോക്കിയിട്ട് പറയും. അതെന്തായാലും അടിപൊളിയായിരിക്കും. ഇവൻ അടിപൊളിയാണ് പറഞ്ഞല്ലോ അല്ലേ. എങ്ങനെയുണ്ട് കുഞ്ചു? നന്നായിട്ടുണ്ടാ? എന്നാ ഇങ്ങനെ കഴിക്കുന്നു. എല്ലാം മിക്സ് ചെയ്ത് കഴിക്കണം. അതെല്ലാം മിക്സ് ചെയ്യണം. സൂപ്പറാ. അതല്ലേ എല്ലാ കേക്ക് സാധനങ്ങളും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ രുചി. ഇത് കുറച്ചുകൂടെ നമുക്ക് കട്ട് ചെയ്ത് മിക്സ് ചെയ്യാം. ഒരു 50 കസേര വെൽക്കം. ലൈഫിൽ ഇത് ചേച്ചിയായ ചേച്ചി കഴിച്ചിട്ടില്ല. ഒന്നും കൂടി പുള്ളി എന്താ പറയോ, പുള്ളിന്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റിയായ സാധനം കഴിച്ചിട്ടാണ് കേട്ടാ. അപ്പോൾ അവർ തന്നെ വരച്ച ഒരു സാധനം ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നിൽക്കണ്ട. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ എന്നും വരെ നമ്മുടെ സ്വന്തം പോളി ഗാർഡൻ ഓർഫിലയിലാണ്. അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് അവർക്ക് ഹാപ്പിയായി. കാരണം എത്രയോ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇതിലെ. ഞങ്ങൾ തന്നെ പ്രതീക്ഷിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചെറുതായിട്ടൊരു ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് മുന്നേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ ഇവരെയും കൂടി പരിഗണിക്കാൻ ശ്രമിക്കുക. ഇവരൊരു 150 പേരുണ്ട് കേട്ടോ. ഇത് പാലക്കാട് ലിക്വിഡ് കൂട്ടുപാത എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 150ഓളം ആളുകളുണ്ട് കേട്ടോ. ഇവർ കാണുമ്പോൾ ഒക്കെ വലിയ ആളുകളാണ്. പക്ഷേ
ചെറിയ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് കുഞ്ഞു മക്കളെ പോലെ, ഞാനിപ്പോൾ കുട്ടികളെന്ന് അവരെ പറയാട്ടോ, കാരണം എന്താ പറയുക, കുട്ടികളുടെ പോലെയാണ് കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ കുട്ടികളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരുപാട് ചിലവുകളുണ്ട്, ഇവർക്ക് മെഡിസിനായിട്ട് കുറേ ചിലവുണ്ട്, പിന്നെ അവരുടെ ഡ്രസ്സിന് കുറേ ചിലവുണ്ട്, അവരുടെ ഭക്ഷണത്തിന് കുറേ ചിലവുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ആകുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ ഹാപ്പി ഇട്ടാ. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. Ready? Ready? 1, 2, 3. എല്ലാം ഹാപ്പി ഇട്ടാ എല്ലാരും. ചിങ്കയാ എന്ത് വേണം? ചിങ്കയ്ക്ക് ചിങ്കയ്ക്ക് എന്ത് വേണം? ചെരുപ്പ് വേണം. എനിക്ക് വാച്ച് ഫോണല്ലേ? ഫോണെന്തിനാ? പെങ്ങളെ വിളിക്കാൻ പുള്ളിക്ക് ഒരു ഫോൺ വേണം, അത്യാവശ്യം. നിനക്കെന്ത് വേണം? വാച്ച്. നിനക്കോ? ഫോണ്. ആരും വിളിക്കേ? ലതാമ്മയ്ക്ക് വിളിക്കാം. നിനക്കോ? ചെരുപ്പില്ലട്ടാ പുള്ളിക്ക്. ചെരുപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൊടുത്തു, എന്റെ ചെരുപ്പ് ഒരു കൊടുത്താ കേട്ടാ. അത് എവിടെയോ കൊണ്ട് കളഞ്ഞാണ് കേട്ടാ. കുട്ടികളെ പോലെയാണ് അവര്, ചെറിയ കുട്ടികളെ പോലെ. അതാ എന്റെ ചെരുപ്പ് കണ്ടാ, ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ മാട്ടി എന്ത് മാട്ടീനാ? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവര് ചെരുപ്പിൽ അവർ കൊടുത്തട്ടാ. ഇവരിങ്ങനെ അങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങും. ചെറിയ കുട്ടികളെ പോലെയാണ്, ഒരു 3-4 വയസ്സായ മക്കളെ പോലെയാണ് സിറ്റുവേഷൻ കേട്ടാ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇവരെ സഹായിക്കട്ടാ. തീർച്ചയായിട്ടും അതിനുള്ള നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പൊ എന്തായാലും വീണ്ടും കാണാം. ബൈ.